എല്ലടോ, നീ എന്താ ഇപ്പൊ അവനോട് മിണ്ടാതെ? ഒന്നുമില്ല, അയൽവക്കല്ലേ. അവൻ എന്നോട് കുറേ സങ്കടം പറഞ്ഞു കേട്ടാ. ഉം. ഉം. അയൽവക്കോ? അവനോട് എന്നിട്ട് മിണ്ടാതെന്ന് എനിക്കറിയണ. നീ പിന്നെ പറഞ്ഞാല് അറിയാലോ. ആ കാര്യമുണ്ട്. അതറിഞ്ഞാല് നീയും അവനോട് മിണ്ടൂല കേട്ടാ. അവൻ എന്നോട് കാണിച്ച പണി, ആരെങ്കിലും കാണിക്കുന്ന പണി അവൻ എന്നോട് കാണിച്ചത്. ഒന്നുമില്ലേലും നമ്മള് മൂന്നാളും ഫ്രണ്ട്സ് അല്ലേയോ, ഒരേ കോളേജിൽ പഠിച്ച് ഒന്നിച്ച് നടക്കുന്ന. എന്നിട്ട് അവൻ പിന്നെ അദ്ദേഹത്തോട് എന്തെല്ലാം പറഞ്ഞു കൊടുക്കുന്നറിയാം. കല്യാണം കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ വന്നപ്പോ അവനാ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞതാ. എന്ത്? ഇപ്പൊ എന്നെ പിന്നെ അദ്ദേഹം കുത്തി കുത്തി ഓരോന്ന് പറയുമ്പോ ഇങ്ങനെ കുത്തും. ഇപ്പൊ നമ്മള് ഒരുമിച്ചിട്ട് തന്നെ എത്ര ദിവസമായി എന്നറിയാം. എന്നായിട്ട് നമ്മളിപ്പോ ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നു. അതെന്താടോ? എങ്കിൽ അവനെ ആ. ഞങ്ങള് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ, ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോ അവൻ എന്റെ ഹസ്ബൻഡോട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? ഞാനും അവളും തമ്മിൽ സ്നേഹത്തിലാണ്. പിന്നെ നമ്മള് ഒന്നായവരാണ്. അധികവും നമ്മളിങ്ങനെ കാണലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹത്തോട് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോ അതേ ഇങ്ങനെ എന്നെ കുത്തി കുത്തി പറയുമ്പോ ഞാൻ ഒരു ദിവസം ചോദിച്ചു കാര്യം. അപ്പൊ പറഞ്ഞു, അപ്പാണ് കാര്യം പറഞ്ഞത് എന്നോട്. ഇതാണ്. അപ്പൊ എന്നിട്ട്? പിന്നെ നീ നീയാണെങ്കിൽ അവനോട് മിണ്ടോ? എനിക്ക് ദേഷ്യമില്ലേ? ഉം. എന്റെ കുടുംബം തകർത്തിട്ട് അവനോട് പിന്നെ എങ്ങനെ മിണ്ടാനാ ഞാൻ? ഇത് എപ്പ പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ലല്ലോ. അല്ല, ഞാൻ എപ്പോഴാ അവനുമായിട്ട് പിന്നെ ഒന്നിച്ച് പോയതും ഇതായതല്ലോ. അവനോട് അങ്ങനെ അവന് എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ അവൻ ആദ്യമേ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എന്നോട് പറയായിരുന്നില്ലേ, ഇങ്ങനെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പിന്നെ ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന്. അല്ല, നിന്റെ ഹസ്ബൻഡിനോട് അവൻ പറഞ്ഞത് ഉള്ള കാര്യം ഉറപ്പ് തന്നെയാണോ? ഉറപ്പാണ്. അല്ലാണ്ട് പിന്നെ അദ്ദേഹം അങ്ങനെ പറയില്ലല്ലോ. അത് എവിടെ ചെന്നിട്ട് അവൻ സംസാരിച്ചിട്ടുണ്ടാവുക? അപ്പൊ വീട്ടിൽ വന്നപ്പോ അവൻ തൊട്ടപ്പുറത്തല്ലേ, എന്റെ വീടിന്റെ അതെ. അപ്പുറത്തല്ലേ. അപ്പൊ അതെ. ഞാനിത് അറിഞ്ഞിട്ടില്ല. അവനിങ്ങനെ പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട്? അപ്പൊ എന്റെ കുടുംബം തകർത്തപ്പോ അവന് സമാധാനായി. അല്ല, ഇപ്പൊ ഇത് ഇങ്ങനെ പ്രശ്നത്തിലാവുന്നതിന്റെ അത് അവനറിയോ? അവനറിയാണ്ട് എന്താ? അവൻ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതായിരിക്കൂലേ. അല്ലാണ്ട് വെറുതെ ഒരാൾ പറയില്ലല്ലോ. അവന് എന്തെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടാവും, അതായിരിക്കും. അല്ല, എന്നിട്ട് അവൻ ഇതൊന്നും അങ്ങനെ അവൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടില്ലല്ലോ. നീ തന്നെ ചോദിച്ചു നോക്ക്. അവൻ എന്റെ അടുത്ത് പറഞ്ഞില്ല, അവളിപ്പം കണ്ടാ മിണ്ടലില്ല, ഞാൻ വിളിച്ച ഫോൺ എടുക്കലില്ല, അങ്ങനെയുള്ളൊരു സങ്കടമാന്ന് പറഞ്ഞു. നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നപ്പോ നല്ല ഇതില് നടന്നതല്ലേ. അപ്പൊ ഇങ്ങനെ ഞാൻ അവനോട് എപ്പോഴാ ദേഷ്യായത് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ പിന്നെ ഇങ്ങനെയൊരു പണിയോ അവനെ ഒപ്പിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എന്നിട്ട് ഇപ്പൊ നിന്റെ ഹസ്ബൻഡ് എന്താ പറയുന്നു? ഇതിന്റെ പിന്നെ അത് വിശ്വസിച്ചിട്ട് എന്നോടിപ്പോ വലിയ താല്പര്യമൊന്നുമില്ല ഒന്നിനും. അല്ല, ശരിക്കും ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നു? അത് അല്ല, അവൻ പറഞ്ഞ്. എനിക്കറിയില്ല. അല്ല, എനിക്കറിയില്ല എന്നുള്ളതല്ല, ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ പറയുന്നതിന് അവനെന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക അറിയണ്ടേ? അപ്പൊ അവന് കല്യാണം കഴിക്കാനാന്ന് എന്നെ കല്യാണം കഴിക്കാനാ താല്പര്യമാണെങ്കിൽ അവന് എന്നോട് ആദ്യമേ പറയണ്ടേ. അല്ല, അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് അവൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ ഒരു കല്യാണം
കഴിക്കൂലല്ലോ. അവന് നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടല്ലേ നടന്നത്. പിന്നെ ഇങ്ങനെ ഇത് ഞാന് അവനോട് ഇങ്ങനെയുണ്ട് എന്ന് അറിയേണ്ടത്. അല്ല ഇപ്പൊ അവൻ അത് അങ്ങനെ പറയണെങ്കിൽ ഇപ്പം ഇത് നിന്റെ അടുത്ത് എനിക്ക് നിന്നെ താല്പര്യം ഉണ്ടായിരുന്ന കല്യാണം കഴിക്കാൻ വിചാരിച്ചിരുന്നപ്പോ നിന്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് നിന്റെ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ അതെന്തിനാണ് അവൻ അങ്ങനെ നിന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞത്? അതെനിക്കറിയില്ല. നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ എല്ലാ ഇതിലും ഇടപെട്ട ആൾക്കാരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴാ അവനുമായിട്ട് ഒന്നിച്ച് പോയതും ഇങ്ങനെ ഒന്നായതും എല്ലാം. അത് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാനാണ്? നിങ്ങൾക്ക് രണ്ടുപേർക്കല്ലേ ഉണ്ടോ അറിയും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തോ നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കായിരുന്നില്ലേ? അപ്പൊ നീയും അവന്റെ ഭാഗത്ത് നിന്നിട്ട് സംസാരിക്കുന്നേ? അല്ല അവന്റെ ഭാഗത്ത് നിന്നിട്ടില്ല. എന്നാ വിളിച്ച ഫോണത്തെ നിനക്ക് സംസാരിച്ചുകൂടെ? നീ എന്തിനിങ്ങനെ പറഞ്ഞത് അവനോട് ചോദിച്ചുകൂടെ? അവനോട് ഇനി നീ തന്നെ ചോദിക്കും. ഞാനിനി അവനോട് സംസാരിക്കില്ല. അല്ല അത് ഇങ്ങനെ താല്പര്യമില്ല. ഇങ്ങനെ സംഭവം നമ്മൾ അറിയുന്നില്ലല്ലോ. ഉം. എനിക്ക് ഇത് കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവ എങ്ങനെ ഒരു കളവ് പറയാൻ കാരണം എന്താണല്ലേ ഞാൻ ആലോചിക്കേണ്ടി വരുന്നത്. അത് അവന് മാത്രമേ അറിയൂ. അപ്പൊ ക്ലിയർ ചെയ്യണ്ടേ? അവന് എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ അവൻ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പറയലല്ലോ വേണ്ടത്. എന്നോട് ഫ്രണ്ട്സ് ആയിട്ട് നിന്ന് കളിക്കല്ലോ വേണ്ടേ. അപ്പൊ പിന്നെ കല്യാണം ആയപ്പോ പിന്നെ അവൻ എന്തെങ്കിലും ഉണ്ടാവും. ഇതുവരെ അവൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അപ്പൊ അവനല്ലേ ഒന്നിച്ച്. ഒന്നിച്ചിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടും ഇല്ല എന്ന് പുറത്തൊന്നും അങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ടില്ല. അങ്ങനെ നമ്മള് മൂന്നാളും ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ഇല്ല. പിന്നെ ഇതിപ്പോ അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നീയും ഞങ്ങളുടെ കൂടെ ഇല്ലേ? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് അപ്പൊ അവൻ നിന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് അങ്ങനെ പറയണ്ടെങ്കിൽ അത് എപ്പോ പറഞ്ഞു എന്നുള്ളതൊക്കെ അറിയണ്ടേ? അത് നമ്മള് രണ്ടാളും വീട്ടിൽ വന്നപ്പോ പറഞ്ഞു എന്നാ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഒരു 5-6 മാസമായല്ലോ. ഹസ്ബൻഡിന് ഇപ്പൊ എന്നോട് തീരെ താല്പര്യമില്ല. ഒന്നിലും അങ്ങനെ ഇതില്ല. ഒരു എന്തെങ്കിലും പറയുമ്പോ ഇത് പറഞ്ഞിട്ട് എന്നെ ഇതാക്കും. അപ്പൊ എനിക്ക് ക്ലിയർ ആയിട്ട് ഹസ്ബൻഡിനോട് ചോദിച്ചുകൂടെ ഇത് ആരാ പറഞ്ഞു തന്നെ, ഇത് എന്താ പറഞ്ഞു തന്നെ, എപ്പോ അതായത് എന്തെങ്കിലും. അപ്പൊ ഞാൻ കുറെ കഴിഞ്ഞപ്പോഴാണ് ഇത് ഇതാണ് കാര്യം എന്ന് ഹസ്ബൻഡ് എന്നോട് പറയുന്നത്. അപ്പൊ പിന്നെ അവനാണ് പറഞ്ഞതെന്ന് എന്നോട് പറഞ്ഞു. അതിന്റെ കറക്റ്റായ ഒരു തെളിവ് കിട്ടാതെ നിന്റെ ഹസ്ബൻഡ് എങ്ങനെയാ നിന്റെ അടുത്ത് അങ്ങനെ പെരുമാറുന്നത്? അതൊന്നും എനിക്കറിയില്ല. ഇനി നേരം എന്താ ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. ക്ലിയർ ചെയ്യണം നേരം. അത് ക്ലിയർ ചെയ്ത് വരണ്ടേ നേരം? അങ്ങനെ ഒന്നുമില്ല നിന്റെ ഹസ്ബൻഡിന് ബോധ്യപ്പെടുത്തണ്ടേ? ഇനി എന്റെ വീട്ടിൽ വന്നാല് ഹസ്ബൻഡും അവനും തമ്മില് ഞാനിപ്പോ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ വീട്ടില് ആകെ പ്രശ്നമാവൂലേ? പിന്നെ ഇപ്പൊ പ്രശ്നമില്ലേ? അങ്ങനെയല്ല എന്റെ വീട്ടിലും ഇല്ല. അതെ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഒന്നും പറയാതെ ഇരുന്നാൽ ഇപ്പം പ്രശ്നത്തിൽ തന്നെയല്ലേ ഉള്ളേ. അപ്പൊ അതെന്ത് ചെയ്യുന്നല്ലേ ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഞാനും ഹസ്ബൻഡും ഒരു ദിവസം വീട്ടിൽ വരാം. അപ്പൊ നീയും കൂടി ഉണ്ടാവണം. എന്നിട്ട് അവനെയും കൂട്ടിയിട്ട് നമുക്ക് ചോദിച്ചാലോ? അന്നേരം നമ്മൾ മൂന്നാളും ഇരുന്നിട്ട് ചോദിക്കണം എന്താ എപ്പോഴാണ് എന്നാ സംഭവിച്ചത്. എനിക്ക് ഉറപ്പല്ലേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത്. നടന്നിട്ടില്ലാന്ന് നിനക്കറിയില്ലേ? അതെ അങ്ങനെ പിന്നെ അങ്ങനെ ഒരു ഇതിലെല്ലാം നടന്നത്. അതെ അതൊക്കെ ശരി തന്നെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അന്നേരം അവരെന്തിനാ പറഞ്ഞത് അവൻ പറയണ്ടേ? അവരെന്ത് നിർദ്ദേശം വെച്ചിട്ടാണ് ഇത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇതുവരെ അങ്ങനെ ഒന്നും അവര് ഉറപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ അടുത്ത ദിവസം തന്നെ വീട്ടിൽ വരുന്നുണ്ട്. നീ വരുമ്പോ എന്നെയും വിളിക്കും, ഞാൻ ടോണിയും വിളിക്കാം. അവൻ വരുമോ നോക്കാം.
എനക്ക് കാര്യം അറിയണല്ലോ. ഇത്ര നാള് ഞാനിത് മൂടി വെച്ച്. ഇനിയും അങ്ങനെ നിന്നാല് നമ്മളിപ്പോ ഇത് ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന പോലെയുള്ളത് ഡിവോഴ്സിന്റെ ഇതില്. സംസാരിച്ചിട്ട് തീരുമാനിക്കാം ബാക്കി. അതെ, ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവനുമായിട്ട് സംസാരിച്ച് നോക്കാം.